പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ പ്രതിഷേധത്തിനൊരുങ്ങിയ ആക്ഷൻ കൌൺസിൽ ഒക്ടോബർ 3-ന് സഹകരണ ബാങ്കിന് മുന്നിലും 13-ന് കൽപ്പറ്റ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലും സമരം നടത്തുമെന്ന് ആക്ഷൻ കൌൺസിൽ പ്രഖ്യാപിച്ചു. കോടികളുടെ ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും ആരോപിച്ചാണ് സമരം. 2016-17 കാലഘട്ടത്തിൽ നടന്ന വായ്പാ തട്ടിപ്പിൽ പ്രതികളായ 7 ഡയറക്ടർമാരിൽ നിന്ന് 8,33,00,000 രൂപ ഈടാക്കുന്നതിന് 2020 ഓഗസ്റ്റ് 27-ന് സഹകരണ വകുപ്പ് സർചാർജ് ഉത്തരവിറക്കിയിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടികളില്ല എന്നാണ് ആരോപണം. പ്രതികളായ ബാങ്ക് ഡയറക്ടർമാർക്ക് രക്ഷപ്പെടാനായി അന്വേഷണം അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായാണ് ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കുന്നത്. ഇതില് 7 പ്രതികളും ഇതില് 10 പ്രതികളുമാണ് ഡയറക്ടർമാർ. അപ്പോൾ ഇല്ലാത്ത ആളുകളെ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ വളരെ പരസ്പരവിരുദ്ധമായ വിക്ടിമായ പല ആളുകളും ഇരകളായ യഥാർത്ഥ ഇരകൾ ഈ അന്വേഷണത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. തട്ടിപ്പിന് കൂട്ടുനിന്ന ഒരു പരിധിവരെ കൂട്ടുനിന്ന ഒരേ ഒരു ആളെ മാത്രം 46 ലക്ഷത്തിന്റെ കേസ് മാത്രം വെച്ചുകൊണ്ട് ഒരു സർചാർജ് ഇറങ്ങാൻ പോവുകയാണ്. ബാങ്ക് ഭരണസമിതിയിൽ ഉൾപ്പെട്ട മുൻ KPC ജനറൽ സെക്രട്ടറി KK എബ്രഹാം, സജീവൻ കൊല്ലപ്പള്ളി, VM പൗലോസ്, രമാദേവി തുടങ്ങിയ പ്രതികൾ ജയിലിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജാമ്യത്തിലാണ്. വിജിലൻസിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷിച്ചിരുന്നു. എല്ലാ അന്വേഷണത്തിലും തട്ടിപ്പ് വ്യക്തമായിട്ടുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.